മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ വളരെയധികം പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീര അത് എങ്ങനെ നമുക്ക് ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അതുപോലെ തന്നെ ഈ പൊന്നാങ്കണ്ണി ചീര മുറിച്ചെടുക്കുമ്പോൾ അതിനെന്തൊക്കെയാണ് വളപ്രയോഗം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് വളരെ പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഒടിച്ചുകുത്തി ചീര എന്നൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുക. ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ളതും നമുക്ക് ശീലമാക്കാവുന്നതുമായ ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര. മറ്റുള്ള എല്ലാ ചീരയും പോലെ തന്നെ ഗുണപ്രദമാണ്. അപ്പം അകത്തി ചീര എന്ന് പറയുന്ന ഒരു ചീരയുണ്ട്. അപ്പോൾ ആ ചീര ഈ അടുത്ത സമയങ്ങളായിട്ടാണ് നമ്മൾ അറിയാൻ തുടങ്ങിയത്. അപ്പം അതിന് ഏറ്റവും കൂടുതൽ ഗുണമുള്ള അതിനാണെന്നാണ് പറയുന്നത്. അതിന് തൊട്ട് താഴെ നിൽക്കുന്നതാണ് ഈ പറയുന്ന പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണം അതിൻ്റെ കണ്ടാൽ തിരിച്ചറിയാനുള്ള വിധം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നല്ല വെയിലത്തിരിക്കുവാണെങ്കിൽ ഇത് ചുമപ്പ് കളറാവും. എന്നാൽ വെയിലില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ പച്ച കളർ പോകും. അപ്പോൾ ഇതിൻ്റെ അവരന്മാരുണ്ട്, പച്ചിച്ച് തന്നെ നിൽക്കുന്ന വഴി സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. ചില ആൾക്കാർ അതാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞ് വളർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ല, പൊന്നാങ്കണ്ണി ചീരയുടെ പ്രത്യേകത ഇതാണ്. അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീര നമുക്ക് എങ്ങനെ കഴിക്കണമോ, ആർക്കെല്ലാം കഴിക്കണ്ട എന്നൊക്കെ ഉള്ളതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. ഇനി നമുക്കിത് വെച്ച് പിടിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, ചട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം, ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കാം, ചാക്കിൽ നട്ടുപിടിപ്പിക്കാം. പിന്നെ നമുക്ക് മണ്ണിൽ നല്ല ഭംഗിയായിട്ട് കിളച്ച് വൃത്തിയാക്കി കല്ലും വേരും ഒക്കെ കളഞ്ഞ് അത് തടം വെട്ടി നമുക്ക് വെച്ച് പിടിപ്പിക്കാം. കണ്ടത്തിലും വെച്ച് പിടിപ്പിക്കാം. പിന്നെ വെച്ച് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് കിളിച്ചതിന് ശേഷം ഇപ്പോൾ ഗ്രോ ബാഗിലും ചാക്കിലും ചട്ടിലും ഒക്കെ ആണെങ്കിൽ കിളിക്കുന്നിടം വരെ നമുക്ക് തണുത്ത് വെക്കണം. തണുത്ത് വെച്ച് ചെറിയ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാൽ കിളിച്ച് കഴിഞ്ഞ് ഇതിന് നല്ല സൂര്യപ്രകാശവും ചൂടും ആവശ്യമാണ്. ഒപ്പം വൈകുന്നേരങ്ങളിലും രാവിലെയും അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം, മഴ പെയ്യാത്ത ദിവസങ്ങളിൽ. അതുപോലെ തന്നെ വയൽ ചെളിയിലും ഒക്കെ ഇതുണ്ടാവും ചെയ്യും, എവിടെ മുകളിലും ഉണ്ടാവും. രോഗം ഒന്നും തന്നെ ഉണ്ടാവാത്ത ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞത്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് നടാം. സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഇത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്ഥലവിസ്തൃതി ഇല്ലാത്തവർക്ക് ഈ വീടിൻ്റെ മണ്ടയ്ക്ക് ഇത് ചെട്ടിയിലോ ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ വെച്ച് പിടിപ്പിക്കാം. ഇത് കഴിക്കാൻ ആർക്ക് വേണമെങ്കിലും ഇത് തോരനായിട്ടോ മറ്റ് കറികളായിട്ടോ ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും. ഒരു കാരണവശാലും ഇത് പച്ചയ്ക്കൊന്നും കഴിക്കരുത്. ഇതിട്ട് എണ്ണ കാച്ചി തേച്ചാൽ മുടി വളരുമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അങ്ങനെയൊന്നും അനുഭവങ്ങളായിട്ടില്ല. അതുപോലെ തന്നെ തിമിരം മാറുമെന്ന് പറയുന്നുണ്ട്. അതിനും അനുഭവപരമായ തെളിവുകളൊന്നും തന്നെയില്ല. എന്തായാലും മറ്റ് പല രോഗങ്ങൾ, അതായത് നമ്മുടെ ഉദര പ്രവർത്തനങ്ങൾ ശരിയാക്കുന്നതിനും അതുപോലെ തന്നെ ശരിക്കും മൂത്രം പോകുന്നതിനും മലശോധന വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നു. മലശോധന വർദ്ധിപ്പിക്കുന്ന നമ്പർ 1 ഉദരത്തിലെ പ്രവർത്തനം ശരിയാകുന്നതിന് മലശോധന പോകും. മലശോധന ഇല്ലാത്ത മൂലമൊക്കെ ഒരുപാട് അനുരോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ ഇതൊരു ശീലമാക്കിയാൽ മതി. നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇത് നമുക്ക് എപ്പോഴും എടുക്കാം. ചെറിയ വളങ്ങൾ മാത്രം പ്രയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇത് മുറിച്ച് നടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് മുറിച്ച് നടാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്ന കട്ടറാണ്. ഇപ്പോൾ നമുക്ക് ഇത് നമ്മൾ ചെറിയ കർഷകനും ഒക്കെ ആയതുകൊണ്ടും നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കട്ടർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒന്നും കട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് 2 മാർഗ്ഗങ്ങൾ ചെയ്യാം. നമ്മുടെ വീട്ടിൽ അരിയുന്ന പിച്ചാത്തിയുണ്ട്, പച്ചക്കറിയൊക്കെ അരിയുന്നത്, അതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് വേണം ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതിപ്പം ഗ്രോ ബാഗിൽ ഞാൻ നട്ട് വളർത്തിയ ഒരു പൊന്നാങ്കണ്ണി ചീരയാണ്. അപ്പം അതല്ലെങ്കിൽ നമുക്ക് ഈ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യും. ബ്ലേഡ് ആയാലും ഒന്ന് കഴുകുന്ന നല്ലതാണ്. കഴുകിയതിന് ശേഷമുള്ള ബ്ലേഡ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ നോക്കിയിട്ട് ഇത് ഒരു തണ്ടാണ്. ഇത് ഒരു തണ്ടിൽ നിന്നും ഉണ്ടായ പൊന്നാങ്കണ്ണി ചീരയാണിത്. ഒരു പ്രാവശ്യം ഇത് കണ്ടിച്ചു, രണ്ടാമതുണ്ടായതാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് നോക്കിയിട്ട് ഇവിടെ നോക്കിയിട്ട് ഇതിങ്ങനെ ശ്രദ്ധിക്കുക. ഇങ്ങനെ വന്ന് ഇവിടെ ഇത് നിർത്തുകയാണ്. ഇത് നിർത്തിയതിന് ശേഷം ഈ 2 ശിഖരങ്ങൾ നിർത്തിയതിന് ശേഷം ഇവിടെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നോക്കിയിട്ട് 2 ശിഖരങ്ങൾ നിർത്തി ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇനി ഇവിടെ നോക്കിയിട്ട് വളർന്നു വരാൻ നമ്മൾ ശിഖരങ്ങൾ നിർത്തിയിട്ടുണ്ട്. ശിഖരങ്ങൾ നിർത്തിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നോക്കിയിട്ട് ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇത് വളർന്നു വരാൻ ശിഖരങ്ങൾ നിർത്തി, ഇവിടെ ശിഖരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വളർന്നു വരാൻ ശിഖരങ്ങൾ നിർത്തിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇവിടെ അതുപോലെ തന്നെ ശിഖരങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇത്രേ കട്ട് ചെയ്യാവും. അപ്പോൾ എല്ലാവർക്കും ഇത് കട്ട് ചെയ്യുന്ന രീതി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിത് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതിന് വളമിടണം. ഓരോ പ്രാവശ്യം മുറിക്കുമ്പോഴും മിതമായ രീതിയിലുള്ള വളപ്രയോഗം നടത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ വീണ്ടും ഇത് നമുക്ക് കണ്ടിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇത് നമ്മൾ നട്ടിരിക്കുന്ന ഗ്രോ ബാഗിലാകുമ്പോൾ ഇതിൻ്റെ വേരുകൾക്ക് ഈ ഗ്രോ ബാഗിൻ്റെ അകത്ത് മാത്രമേ വളരാൻ പറ്റൂ. വേറെ ഇങ്ങോട്ടും ഇതിൻ്റെ വേരിന് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മണ്ണിലാണ് നടുന്നത്, ഭൂമിയിലാണ് നടുന്നതെങ്കിൽ അതിൻ്റെ വേരുകൾക്ക് ചുറ്റുപാട് വ്യാപിച്ച് വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കാൻ സാധിക്കും. ഇതിനത് പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോഴും നമ്മൾ ക്രമമായ വളം അതിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്നതിന് മുമ്പായിട്ട് ഇപ്പം നടാൻ വേണ്ടി കണ്ടിച്ചെടുത്താൽ ഇതിപ്പോൾ നടാൻ വേണ്ടി നമ്മൾ കണ്ടിച്ചെടുത്തതാണ്. അപ്പോൾ നടുന്നതിന് മുമ്പായിട്ട് ഈ കണ്ടിച്ചതിന് ശേഷം നമ്മൾ എന്തെല്ലാമാണ് വളം ചെയ്യുന്ന നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആദ്യമായിട്ട് നമ്മളിത് കമ്പോസ്റ്റ് വളമാണ്. അല്പം കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുത്താൽ മതി, കൂടുതലൊന്നും ഇടരുത്. അല്പം കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുക്കുക. ഇത്രയും മതി. കാരണം ഓരോ പ്രാവശ്യവും കണ്ടിക്കുമ്പോഴും നമ്മൾ വളം ഇടുന്നുണ്ട്, അതുകൊണ്ട് അത്രയും മതി. പിന്നെ ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. നമുക്കറിയാം എല്ലാ ചെടികൾക്ക് രോഗബാധ കീടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേപ്പിൻ പിണ്ണാക്ക് ഉത്തമമാണ്. ഒപ്പം ഒരു വളവുമാണ്. കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് 3-4 കഷ്ണം വേപ്പിൻ പിണ്ണാക്കേ നമ്മൾ ഇടുന്നുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ ഇടാതിരിക്കുന്നത് ഇത് കടലപ്പിണ്ണാക്കാണ്. നമുക്കറിയാം ഇത് വളക്കടല കിട്ടത്തില്ല, ഇത് പലചരക്കടലാണ് കിട്ടുന്നത്. ഇതും അതുപോലെ 2 കഷ്ണം ഇട്ടാൽ മതി. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമായിട്ട് ഇതങ്ങ് യോജിക്കുന്നുണ്ടെങ്കിൽ ഇത് മണ്ണിൽ ലയിച്ചാൽ നല്ല തഴച്ചു വളരാൻ ഇത് ഉപയോഗപ്പെടും. ഏത് സസ്യത്തിനാണോ ഇതിട്ടാലും തഴച്ചു വളരാൻ ഇത് ഉപയോഗപ്പെടും. അപ്പം ചാണകത്തിന് പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. നോക്കിയാൽ കുറച്ചിട്ടാൽ മതി, കൂടുതലൊന്നും ഇടേണ്ട കാര്യമില്ല. കുറച്ചിട്ട് ഇത്രയും മതി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം മണ്ണ് നമുക്ക് ഇതിട്ട് കൊടുക്കണം. മണ്ണ് അരിച്ച മണ്ണാണ്. കല്ലും വേരുപടലങ്ങളും ഒക്കെ നീക്കം ചെയ്തതിന് ശേഷം എടുത്ത അരിച്ച മണ്ണിലാണ് ഇത് നമ്മൾ ഈ ചെടിക്ക് ചുറ്റും ഇട്ട് കൊടുക്കണം. അതെ, അത്രയും മതി. ഒരു 3 കൈ മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുക്കണം. വെള്ളം തളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പം നമ്മൾ ഈ ചീരയിലും പച്ചക്കറിയിലും ഒക്കെ വെള്ളം തളിച്ചാലും ഒക്കുന്നത്ര രീതിയിൽ നമ്മൾ അതിൻ്റെ ഇലകളിലൂടെ വെള്ളം തളിക്കണം. കാരണം ഇലകൾക്ക് വെള്ളത്തെ ആദേശം ചെയ്യാനുള്ള കഴിവുണ്ട്. എല്ലാ സസ്യങ്ങളുടെ ഇലകൾക്ക് വെള്ളത്തെ ആദേശം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചീരകൾക്കൊക്കെ വെള്ളം തളിക്കുമ്പോൾ അതിൻ്റെ ഇലകളിലൂടെ വീഴത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം തളിക്കണം. ആ വെള്ളം തളിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ചീമക്കൊന്നയുടെ ഇലയാണ്. നമുക്കറിയാം ചീമക്കൊന്നയുടെ ഇലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഇത് മണ്ണുമായിട്ട് ലയിച്ചു ചേരുന്ന ഒരു സംഗതിയാണ് ചീമക്കൊന്നയുടെ ഇല. ഒപ്പം നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പോഷകസമ്പുഷ്ടമായ ഒരു പച്ചില കൂടിയാണ്, വളമാണ്. പെട്ടെന്ന് ലയിച്ച് ഇത് പ്രയോജനപ്പെടും. അതുകൊണ്ട് നമുക്കിതിന് ഇല വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും ഇലയെ നമ്മൾ വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശവും വേണം, വെയിലും വേണം. ഇതിന് ലഭിക്കത്തക്ക രീതിയിലുള്ള സ്ഥലങ്ങളിലായിരിക്കണം ഇത് വെക്കേണ്ടത്. ഒരു 2 ദിവസം മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളം കവറ് നിറഞ്ഞ് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വളം കൂടിയാണ് കവറിലെ സുഷങ്ങളിലൂടെ വെളിയിൽ പോകുന്നത്, വളം കൂടെ പോകും. അതുകൊണ്ട് തന്നെ നമുക്കൊരു കണക്കെടുത്ത് ആ കണക്കിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇലയിലൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഒഴുകിപ്പോകാൻ ഇടയാവരുത്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 8 ദിവസം കൂടുന്നുണ്ടേ നമുക്കിതിൻ്റെ ഇല നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ
നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വാദിഷ്ടവും പോഷകസമ്പുഷ്ടമായ ഒരു ചീര വളർത്തി എടുക്കാനും നമുക്ക് ആരോഗ്യത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കാനും നേത്രരോഗങ്ങൾ ഉദരരോഗങ്ങൾ ഒന്നും ഉണ്ടാവാതെ ഇരിക്കാനും ഇതുമൂലം നമുക്ക് സാധിക്കുന്നു. ഒപ്പം വില കൂടിയ വിറ്റാമിൻ അടങ്ങിയ മുട്ട, ഇറച്ചി, അതുപോലെ മീൻ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനും സാധിക്കും. കാരണം നമ്മളിതെല്ലാം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഊർജ്ജം ഇതിലൂടെയൊക്കെ ലഭിക്കുന്നെങ്കിൽ ഇതിന് വില കൊടുക്കേണ്ട, മറ്റേത് നമുക്ക് കുറയ്ക്കാം. കാരണം പലർക്കും ഇതില്ലാതെ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് കുറയ്ക്കാം. എങ്കിലും സസ്യാഹാരം ശീലമാക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ലതാണത്. പക്ഷേ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് മത്സ്യവും മാംസത്തിൻ്റെ അളവ് കുറച്ച് ഇത് നമുക്ക് കൂടുതലാക്കാം. ഇനി നമുക്ക് ഗ്രോ ബാഗിൽ എങ്ങനെയാണ് നമുക്ക് ഈ പൊന്നാങ്കണ്ണി ചീര നടുന്നതെന്നൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നോക്കുക, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്രോ ബാഗ്, ഇതിനകത്ത് അരഭാഗം നമ്മളിപ്പോൾ കരിയില നിറച്ചിരിക്കുകയാണ്. അരഭാഗം കരിയില നിറച്ചു, മുക്കാൽ ഭാഗത്ത് കരിയില നിറയ്ക്കും. അതിനുവേണ്ടി കുറച്ച് കരിയിലും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. മുക്കാൽ ഭാഗത്തോളം നമ്മൾ കരിയിൽ നിറച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒറ്റക്കൈ മണ്ണ് ഈ കല്ലയുടെ മേളിൽ നമ്മളിട്ടു. ഒറ്റക്കൈ മണ്ണിട്ടു. ഇനി നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് വളം ഇടാൻ പോവുകയാണ്. കുറച്ച് കമ്പോസ്റ്റ് വളം ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ വേപ്പെണ്ണാക്ക് ഒരു 2-3-4 കഷ്ണം വേപ്പെണ്ണാക്ക് ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ അടുത്തായി ഇടാൻ പോകുന്ന കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്കും ഇട്ടു. കുറച്ച് ഇടാവും, മിതമായ രീതിയിൽ ഇടാവും. ഇതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് മണ്ണ് ഇതിനകത്ത് ഇടുകയാണ്. ഇതിപ്പം നിറച്ച് മണ്ണിട്ടിട്ടുണ്ട്. അപ്പം ഈ നിറച്ച് മണ്ണിട്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്കറിയാം മുക്കാൽ ഭാഗത്തോളം കരിയിലയാണ്. ക്രമേണ ഈ കരിയില ലയിച്ച് അങ്ങ് ഈ മണ്ണ് താപ്പോട്ട് താഴും. അപ്പം വീണ്ടും നമുക്ക് ഈ പറയുന്ന തോലും വളമൊക്കെ ഇട്ട് കൊടുക്കാനുള്ള സ്ഥലം ഉറപ്പായിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന 2 എണ്ണം എടുക്കുക. ഒരെണ്ണം എടുക്കുക, 2 എണ്ണം എടുക്കുക. 2 എണ്ണം എടുത്തതിന് ശേഷം ഇത് നമ്മൾ കണ്ടിച്ചാൽ നല്ല കട്ടർ കൊണ്ട് കണ്ടിച്ചാണ്, യാതൊരു പ്രശ്നങ്ങളുമില്ല. ദണ്ട് ഈ ഒരു മുട്ട താഴത്തക്ക രീതിയിൽ അതായത് തൊട്ടടുത്ത ഇവിടെ താഴത്തക്ക രീതിയിൽ നമ്മൾ വിരലുകൊണ്ട് തന്നെ കുഴിച്ച് ഇത് വെച്ച് ഉറപ്പിച്ചു കൊടുക്കണം. അല്ല ഒരിക്കലും ഇത് കുത്തരുത്. ഇത് കുത്തിയതിൽ രോഗപ്രതിരോധ ശക്തിയൊക്കെ കൂടുതലുണ്ടെങ്കിലും ഇതിങ്ങനെ കുത്തി കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുറിച്ച ഭാഗത്ത് കേടുപാടുകൾ വരികാനും അഴുകിപ്പോകാനും ഉള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വിരൽ കൊണ്ടാണ് ശ്രദ്ധിക്കുക. നമ്മുടെ വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ വിരൽ കൊണ്ട് തന്നെ കുത്താണ്ട് ഇങ്ങനെ അങ്ങ് ഉറപ്പിച്ചു കൊടുത്തു. ശ്രദ്ധിക്കുക. കണ്ടോ, ഇനി ഇത് നല്ല രീതിയിൽ വളർന്നു കിട്ടും. തീർച്ചയായിട്ടും ഇതിൻ്റെ വളർന്നു കഴിഞ്ഞത് വിടവെടുക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെ സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജോലി കഴിഞ്ഞില്ല. ഇനി നമ്മൾ അല്പം വെള്ളം തളിച്ചു കൊടുക്കണം. ഏതൊരു സസ്യമായാലും നമ്മൾ ആദ്യം തൈകൾ ആദ്യം നടുന്നുണ്ടെങ്കിൽ ആ നടുന്ന ആൾ ആ സസ്യത്തിന് അല്പം ജീവജലം നൽകേണ്ടതുണ്ട്. അപ്പം മഴയായാലും ഉണക്കായാലും നമ്മളൊരു സസ്യം നടുമ്പോൾ അല്പം ഒരു കൈ വെള്ളമെങ്കിലും ആ സസ്യത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് അത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രത്യേകമായ അഭിപ്രായവും. അപ്പോൾ ഇത്തരത്തിലുള്ള
പൊന്നാങ്കണ്ണി ചീര നിങ്ങൾക്ക് വിശ്വസ്തമായ രീതിയിൽ എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതിന് വലിയ വിലയൊന്നുമില്ല. അപ്പം ഒരു തണ്ടിന് ഏതാണ്ട് 5 രൂപയൊക്കെ വിലയുള്ളൂ. ഒരു തണ്ടിന് 5 രൂപ. അപ്പോൾ 2 തണ്ടിന് 10 രൂപയെ വിലയാവത്തുള്ളൂ. ഇത് പ്ലാസ്റ്റിക് കൂടിനകത്ത് ഇടുവാണെങ്കിൽ ഒരാഴ്ച വരെ അതിൻ്റെ ജലാംശം നഷ്ടപ്പെടാതെ വാടാതിരിക്കും. അത് നമുക്ക് ഇത് വിശ്വസ്തമായ നേഴ്സറിൽ നിന്ന് വേണേൽ പോസ്റ്റ് വഴിയായിട്ട് പാഴ്സലായിട്ടൊക്കെ നമുക്ക് മേടിക്കാം. അതല്ല നല്ല നമ്മുടെ നല്ല വീടുകളിൽ, നമ്മുടെ കുടുംബ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള 2 തണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയി ഇതുപോലെ നട്ട് സംരക്ഷിച്ചാൽ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഇടത്തരക്കാർക്കും ഒക്കെ രോഗം വരാതിരിക്കാനുള്ള ഔഷധവും ഒപ്പം ഒരു കറിയുമാണ്. അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കൃഷിയെയും ഗൃഹവൈദ്യത്തെയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് പ്രോത്സാഹിപ്പിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഇതുവരെയുള്ള സഹകരണത്തിനും സഹായത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്നും എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.